and welcome back to another video. Yes, it's me Cosmic Flame and I'm back. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിലെ ടീ ടൈറ്റൻസ് ബാറ്റിൽ ഗ്രൗണ്ട്സ് ഗെയിമാണ്. ഇത് ഞാൻ മുന്നേ കുറേ കളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. ഞാൻ കുറേ ക്യാരക്ടേഴ്സൊക്കെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടേഴ്സ് കാണിച്ചു തരാം. വേവ് 0 ഓൾറെഡി എല്ലാവർക്കും ഉള്ളതാണ്. വേവ് 1 എല്ലാ ക്യാരക്ടേഴ്സും എനിക്കുണ്ട്. വേവ് 2 ഗോളം ഒഴിച്ച് ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും എനിക്കുണ്ട്. പിന്നെ വേവ് 3 ഹണിബി, ഡബിൾ ട്രബിൾ, പിന്നെ സെൻറ്റിനൽ ഒഴിച്ച് ബാക്കി 3 ക്യാരക്ടേഴ്സ്. ലിക്വിഡ് മാക്ക്, ആരോ, പിന്നെ ലൈറ്റ് സ്പീഡ് എനിക്കുണ്ട്. പിന്നെ വേവ് 4 ഓവർലോഡ് ഒഴിച്ച് ഈവിൾ റോബോർഗ്, ഈവിൾ സ്റ്റാർലൈറ്റ്, ഈവിൾ ഷിഫ്റ്റർ, ഈ 3 എനിക്കുണ്ട്. അപ്പം നമ്മൾ ഇന്ന് വെറുതെ ഇത്തിരി ക്യാരക്ടേഴ്സൊക്കെ എടുത്തിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ വേവ് 0 ഒരു 2 ക്യാരക്ടേഴ്സ് എടുക്കും. പിന്നെ എന്നിട്ട് വേവ് 1 ഒരു 2 ക്യാരക്ടേഴ്സ് വെച്ച് കളിക്കും. പിന്നെ വേവ് 2, 3, 4 അങ്ങനെ പോകും. അപ്പോൾ ആദ്യം വേവ് 1 2 ക്യാരക്ടേഴ്സ് വെച്ച് കളിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഈ വേവ് 0 ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ റോബോർഗ്. പിന്നെ 3 അബിലിറ്റീസ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും 3 അബിലിറ്റീസ് ഉണ്ട്. ബയോണിക് ആർം, അതൊരു മൊബിലിറ്റി അബിലിറ്റി പോലെയാണ്. ഇത് 16 17 ആണ്, എനിക്ക് ഓർമ്മയില്ല. 17 ഡാമേജ് എടുക്കും ഒരാളടിച്ചാൽ ഇത് വെച്ചിട്ട്. പിന്നെ അതിൽ ഒരു ഡാഷ് അബിലിറ്റി പോലെയാണ്. പിന്നെ സോണിക് ക്യാനൻ, ഒയ്യതേമേ ഒരു തന്നെ ഒരു ബ്ലാക്ക് ഹോൾ പിടിച്ച്. സോണിക് ക്യാനൻ ഇതൊരു റേഞ്ച്ഡ് അബിലിറ്റി. പിന്നെ സോണിക് ബ്ലാസ്റ്റ് മെയിലെ അബിലിറ്റി പോലത്തെ ഒരു സാധനം. ഞാൻ ചത്തോണ്ടിരിക്കുക. ഓ ചത്തു. വേറെ കുറേ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര പവർഫുൾ ആയതുണ്ട്. ഇത് വേവ് 0 ആയ കാരണം അത്ര പവറില്ല അവരുടെ എതിരെ. ഒന്നുകൂടി റോബോർഗ് വെച്ച് കളിക്കാൻ പോകാൻ. ഹലോ, ലിക്വിഡ് മാക്ക് ഭയങ്കര പവറുള്ള ആളാട്ടാ. ഒയ്യ, എനിക്ക് നിന്റെ ഫൈറ്റ് ചെയ്യണ്ട. പോ എനിക്ക് നിന്നെ പേടിയാ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ലിക്വിഡ് മാക്കിൻ്റെ എതിരെ കളിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ബൈ. ഞാൻ ചത്തുണ്ട്. ഒരു കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ 54 ഡാമേജ്. പിന്നെ ഈ ഗെയിം എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് എടുത്ത് ആ അടിയിലൊരു മാപ്പ് പോലെ കണ്ടോ, അതിൽ ഇപ്പം കാണാനില്ല, നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ട് അടിയിൽ ഒരു മാപ്പ് പോലെ കണ്ടോ, വീട് കാണാണ്ടായി. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മൾ എത്ര ഡാമേജ് ഡീൽ ചെയ്യണോ ആ ഡാമേജ് കൊണ്ട് ഈ അടിയിൽ ഡാമേജ് ഡെൽറ്റ് എന്ന് പറഞ്ഞ ഒരു ബാർ കാണാം. ആ ബാറ് ഫില്ലാവും. ആ ബാറ് ഫില്ലാവുമ്പോൾ നമുക്ക് ഒരു ടീ ടോക്കൺ കിട്ടും. പിന്നെ ഒരു കില്ല് കിട്ടിയാലും ഒരു ടീ ടോക്കൺ കിട്ടും. എന്നിട്ട് ആ ടീ ടോക്കൺസ് വെച്ച് പുതിയ ക്യാരക്ടേഴ്സ് അൺലോക്ക് ചെയ്യാൻ പറ്റിയതുണ്ടാവും. ഇവർ 200 ടീ ടോക്കൺ സെൻറ്റിനലിനും ഗോളത്തിനും ഓവർലോഡിനൊക്കെ 1000 കുറേ ഉണ്ട്. പിന്നെ വേവ് 0 ഒരു ക്യാരക്ടർ കൂടി കളിക്കാം നമുക്ക്. ഏതാ വേണ്ട? വേറൊരു നല്ല ക്യാരക്ടറാണ് ഷിഫ്റ്റർ. സെക്കൻഡ് ഫേവറേറ്റാണ് ഷിഫ്റ്ററിൻ്റെ 3 അബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ടൈഗർ ഫോം ഉണ്ട്. ഇത് നമുക്കൊരു ടൈഗർ ആവാൻ പറ്റും. പിന്നെ ഇങ്ങനെ ക്ലോസ് വെച്ച് മാന്തൽ ചെയ്യാൻ പറ്റും. പിന്നെ ഗൊറില്ല ഫോം ഒരു എൻ്റെ ഇതിട്ട് പറയാ ഒരു പിന്നെ കൊല്ലാൻ പോകാൻ ഞാൻ അയ്യോ ഞാനോടാണ് പോ നീ ഭയങ്കര പവർഫുള്ളാണ്. പോ എൻ്റെ ഹെൽത്ത് ഭയങ്കര കുറവാണ്. ഹെൽത്തിൻ്റെ 2 പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെഷൻ KO സ്ട്രീക്ക് കാണാം. അതിൻ്റെ ഇടയിൽ 2 കണ്ടാൽ ഞാൻ 2 കില്ലെടുത്തു ഈ റൗണ്ടിൽ തന്നെ. ഗൊറില്ല ഫോമിൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പൗണ്ട് സ്മാഷ്
ഗൊറില്ല സ്മാഷ്. ചാവ്. ഗൊറില്ല സ്മാഷ്. ഞാൻ ഇപ്പൊ ചാവട്ടാ. ബർഡ് ഫോം പറഞ്ഞോ. നോ, എനിക്ക് ബർഡ് ഫോം കാണിക്കാൻ പറ്റിയില്ല. ചത്തു. അപ്പോഴേക്കും ഒരു ഈവൽ ഷിഫ്റ്റ് വന്നെന്നെ കൊന്നു. ഒന്നുകൂടി വെച്ച് കളിക്കാം. ഓക്കെ, പിന്നെ ഒരു ബർഡ് ഫോം ഉണ്ട്, അത് വെച്ച് പറക്കാൻ പറ്റും. പിന്നെ ഒരു ബാറ് കണ്ട ഇവിടെ, അത് താന്നുകൊണ്ടിരിക്കണം. ആ ബാറ് തീർന്നാൽ എനിക്ക് പറക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ക്യാരക്ടർ. അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്. അങ്ങനെ ഓടിച്ചെന്നിട്ട് ഗോറില്ല ചാട്ടിച്ചിട്ട് പിന്നെ ഓടിപ്പോവാം. ഇങ്ങനെ വേണ്ട 19 ഡാമേജ് ഗോറില്ലേൻ്റെ ആ സ്മാഷിന്. ഓടി വന്ന് അടിച്ചിട്ട് പോകാം. ഓ, അതാണ് ഗോളട്ടാ. ഈ വലിയ ആള് കണ്ട, ഇതാണ് ഗോളം. അവന് 1000 ടീ ടോക്കണാ ആ ക്യാരക്ടറിന്. എനിക്കില്ല പക്ഷെ ആ ക്യാരക്ടർ 1000 ടീ ടോക്കൺ വേണം. ഹലോ സർ, ഹലോ സർ, ചാവ്. അതാണ് ബ്ലാക്ക് ലൈറ്റ്, അത് വേറെ ക്യാരക്ടറാണ്. അടുത്ത് ചാവ്. പടാ ഭയങ്കര ലാഗ്. ചാവ്. കൊന്നേ, ഞാൻ ഗോളത്തിനെ കൊന്നേ. യെസ്, ചാറ്റിൽ കുറേ പേര് എന്തൊട്ടൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ നോക്കാൻ പോണില്ല. ഓ, അടുത്ത മാപ്പ് ലോഡാവുണ്ട്. സ്ലേയേഴ്സ് ലെയർ. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു മാപ്പ്. ഇത് ഭയങ്കര ചെറിയ മാപ്പാണ്. ഇതും മറ്റേതും നമ്മൾ നേരത്തെ കളിക്കണ്ടായിരുന്നതും സിറ്റി സെൻറ്റർ അങ്ങനെ എന്തിട്ടോ അതിൻ്റെ പേര്. പിന്നെ വേറൊരു മാപ്പും കൂടി ഉണ്ട്. എന്തിട്ടോ അയ്യോ, ഹൈവ്, ഞാൻ മറന്നുപോയി. ആ മാപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാൻ അതിൻ്റെ പേരും മറന്നുപോയി. പക്ഷെ ഹലോ ചാവേ. അതെ, വേറൊരു ഷിഫ്റ്ററും കൂടി ഉണ്ട്. ചാവ് 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 ചാവ്. എല്ലാവരും ചത്തോ, എല്ലാവരും ചത്തോ. ചത്ത് ചാവ് 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 ചാവ്. അവളെ എന്നൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ. താഴവാടി. അവൾക്ക് പറക്കുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് പറക്കുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ പുറകെ പറക്കാത്ത. ഇടുവാ ഇടുവാ, വേണ്ട വേണ്ട, പറന്ന് വിട്ട് അറ്റാക്ക് ചെയ്യണം. ഈ ചാവ്. ചത്ത് ചത്ത് ചത്ത്, എല്ലാവരും ചത്തോ, എല്ലാവരും ചത്തോ, എല്ലാവരും ചത്തോ, എല്ലാവരും ചത്തോ. ഓ, ഞാനിപ്പോൾ ചാവാൻ പോണേ. ഞാൻ ഓടട്ടെ. അവനെ ചാവാൻ പോട്ടെ. ഓടിക്കോ. അവന് ഡാമേജ് ചെയ്തില്ല. ചാവട പ്ലീസ്. അയ്യ, അവരെൻ്റെ കില്ലെടുത്ത്. എന്നെ കൊന്നു. എൻ്റെ കില്ലെടുത്തിട്ട് എന്നെ കൊന്നു. ഇതെന്തിട്ടത്? ചാറ്റിൽ എന്തൊട്ടൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേവിലേക്ക് പോകാം. വേവ് 1. ഈ വേവിലാണ് ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് ഉള്ളത്. ബ്ലാക്ക് ലൈറ്റ്, വിഷൻ, ഗോലിയാത്ത്, ലിൻസ്, ഗാഡ്ജറ്റ്, ഡ്യൂക്ക് സ്പ്ലിറ്റർ, വിക്കറ്റ് ടെംപസ്റ്റ്, അപ്രന്റിസ്, ജെറ്റ്, സ്ലെയർ, റെഡ്ഡത്ത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റെഡ്ഡത്താണ്. പോലെ ഭയങ്കര സ്പീഡുണ്ട്. പിന്നെ എക്സ് സോർഡ്, ഇങ്ങനെ വാള് പോലെ. എക്സ് റെയിന് ഉണ്ടാകും. പിന്നെ മുകളിലേക്ക് ചാടിപ്പോയിട്ട് കുറേ എന്നിട്ട് പ്രൊജക്ടൈൽസ് താഴേക്കിടും. എന്നൊരു കാണിച്ചു തരാം. കുറേ പ്രൊജക്ടൈൽസ് താഴേക്കിടും. പിന്നെ ഗ്രാൻഡ് എസ്കേപ്പ്, അടിപൊളി പവർ. ഗ്രാൻഡ് എസ്കേപ്പ്. എല്ലാവരും ചത്തോ ചത്തോ ചത്തോ, എല്ലാവരും ചത്തോ, എല്ലാവരും ചത്തോ. ചാവ് 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 ചാവ്. എല്ലാവരും ചാവ്, എല്ലാവരും ചാവ്, എല്ലാവരും ചാവ്. ചാവ് 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 ചാവ്. അവളെ കൊന്നു. ഇനിപ്പോ ഓടി രക്ഷപ്പെടാ. കൊന്നിട്ട് രക്ഷപ്പെടുക. ക്രൈം സീനിൽ നിന്ന് പോവാ. അയ്യോ അയ്യോ, എനിക്ക് ഫൈറ്റ് ചെയ്യപ്പോ. എനിക്ക് വേറെ റെഡ്ഡത്തിൻ്റെ അതിനെ ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. നിങ്ങൾ ചാവ്, എല്ലാവരും ചാവ്. എവിടെ പോയി? അതെ, 4 കില്ല്. അല്ല, 6 അടിക്കണേ. മാറിപ്പോ, ഓടിപ്പോ. എൻ്റെ ഹെൽത്ത് കുറവാ, ഓടിക്കോ. ഓക്കെ,
അടിക്കാൻ പോവാ. അടിക്കട്ടെ. എന്റെ ഹെൽത്ത്. അയ്യോ ലിക്വിഡ് മാക്കടെ പോടാ എനിക്ക് ഇഷ്ടമല്ല ലിക്വിഡ് മാക്ക്. പോടാ ലിക്വിഡ് മാക്ക് പൊളി പവറാട്ടാ, അടിപൊളി പവർഫുള്ളാ. ഓ സാർ പോ. അല്ല അവൻ എന്നെക്കാളും ഹെൽത്ത് കുറവാ. ഒരു മിനിറ്റ്, അവനെ കൊല്ലാൻ പറ്റുമോ നോക്കാം. ഓ ബോയ്, എന്തൊക്കെയോ സംഭവിച്ചു. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, സോ ബാക്ക്. ഓക്കെ, ഇനി എന്തുട്ടാ? ഓക്കെ, അപ്പൊ റെഡത്ത് കണ്ടില്ലേ? ഇനി അടുത്തത് ഏതാ? നമുക്ക് ഡ്യൂക്ക് സ്പ്ലിറ്റർ പൊളിയാ. പിന്നെ എന്താ അറിയോ, എൻപവേർഡ് പഞ്ച് ഉണ്ട്, വേറെ ഒരു മെയിലേ അറ്റാക്ക് പോലെ. പിന്നെ ക്ലോണ് കണ്ട, എൻ്റെ ക്ലോണാണത്. പിന്നെ എക്സ്പ്ലോസീവ് ക്ലോണ്, എൻ്റെ ക്ലോൺ ഒരു ബോംബ് പിടിച്ചേക്കണ ക്ലോണ് കണ്ട. എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്ത് ക്ലോൺസ് രക്ഷിക്കടാ, രക്ഷിക്ക് ക്ലോണ്, രക്ഷിക്കെന്നെ. എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യാ. ഡ്യൂക്ക് സ്പ്ലിറ്റർ അധികം എൻ്റെ അഭിപ്രായത്തിൽ അധികം കാര്യമൊന്നുമില്ല, പക്ഷെ ഒരു അത്യാവശ്യം നല്ല ക്യാരക്ടറാണ് ഡ്യൂക്ക് സ്പ്ലിറ്റർ. എന്നെ അടിക്കരുത് മോനെ, എന്നെ അടിച്ച വിവരം അറിയൂ. അവനവിടെ പോയി. അതെ, വിവരം അറിഞ്ഞു, കാണാനില്ല. അതെ നിൽക്കണോ? അയ്യോ അവിടെ നിന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ ചാവും. ഒരു തന്നെ സ്നൈപ്പ് ചെയ്തു. അടിപൊളി. 2 ക്ലോൺ ഇട്ടിട്ട് പോയേക്കാം. അയ്യോ എൻ്റെ ക്ലോണ് തറേൻ്റെ ഉള്ളിൽ കൂടെ വീണു. നിങ്ങളത് കണ്ട? ഓക്കെ, പിന്നെ ഇവിടുത്തെ 2 ക്യാരക്ടർ കഴിഞ്ഞു. പിന്നെ അടുത്തത് വേവ് 2. നമുക്ക് ഫറി ഉണ്ട്. ഓക്കെ, ഞാൻ അറിയാണ്ട് ഫറിയായി. ഇവൻ്റെ ശരിക്കത്തെ പേര് ഫ്യൂരി എന്നാണ്, പക്ഷെ എനിക്ക് ഫറി എന്ന് പറയാൻ ഇഷ്ടം. ഫ്ലെയിം കിക്ക്, കോസ്മിക് ഫ്ലെയിമിൻ്റെ ഫ്ലെയിം കിക്ക് അടിപൊളി. പിന്നെ അത് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് ഒരു മാന്തൽ പോലെ. പിന്നെ ബ്ലേസിങ് വോളി എന്താ, ഒരു തീൻ്റെ ബോംബ് പോലെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻഫെർണൽ പാത്ത്. കുറെ ഡാമേജ് ചെയ്തൊക്കെ. ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് നോക്കിക്കോ. ഒരു കോംബോ അടിക്കാൻ പോകും ഞാൻ. കോംബോ ഇൻഫെർണൽ പാത്തും ബ്ലേസിങ് വോളിയും ഒരുമിച്ച് കോംബോ. ഉയ്യോ, ഞാനിപ്പോ മാപ്പിന്റെ പുറത്തേക്ക് പോയേനെ. ഇൻഫെർണൽ പാത്ത്. ഞാനിപ്പോ ചാവും. പക്ഷെ കുഴപ്പമില്ല. അയ്യോ, ആരടാ എന്നെ ഈ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് കയറ്റിയത്? ഞാൻ ചത്തു. എന്തിട്ട് ഇപ്പൊ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും 210 ഡാമേജ് ചെയ്തു. നന്നായി. അതാണ് ഫറി ഉണ്ട്. നമുക്ക് ഫ്യൂരി എന്ന് പറയാം, പക്ഷെ എനിക്ക് ഫറി എന്ന് പറയാൻ ഇഷ്ടം. ഫറി ഉണ്ട്. പിന്നെ പവർ ഫ്രീക്ക്, മായ, ഡോക്ക് ബ്രൈറ്റ്, പിന്നെ ലോക്കസ്റ്റ്. ഇവരെല്ലാവരും അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സാണ്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പവർ ഫ്രീക്ക്. പൊളിയാട്ടോ. നോക്കിക്കോ, ഒരു ലീപ്പ് ഉണ്ട് എനിക്ക്, മൊബിലിറ്റിക്ക് ഒരു ലീപ്പ്. ഞാനിപ്പോൾ ഭയങ്കര വിട്ട് ചാടിയതുണ്ടോ, അതാണ് എൻ്റെ അബിലിറ്റി. പിന്നെ ലൈറ്റ് സേബർ നോക്കണം മോനെ, നോക്ക്. പിന്നെ ലീപ്പ്, TV ഹൗണ്ട്. 28 ഡാമേജ് ആട്ടോ ചെയ്യാം TV ഹൗണ്ട്. പോടാ. എന്നെ ട്രാപ്പ് ചെയ്ത് ഇങ്ങോട്ട് വാ. അവൻ്റെ പുറകിലേക്ക് ലീപ്പ് ചെയ്തിട്ട് TV ഹൗണ്ട് അടിക്കുക. ഒട്ടും പ്രതീക്ഷിക്കില്ല. പ്രതീക്ഷിച്ചു. അവനത് പ്രതീക്ഷിച്ചു. ഓടിക്കോ. ഞാൻ മാപ്പ്
മാപ്പിന്റെ അടിയിലേക്ക് വീണു. ഇതാണ് എൻ്റെ അബിലിറ്റി ആയിട്ടത്, പവർ എന്നിട്ട് TV ഹൗണ്ട്. ഞാൻ മാപ്പിന്റെ അടിയിലേക്ക് വീണു, എനിക്ക് സങ്കടമായി. ആരെങ്കിലും അടിക്കടാ, ആരെങ്കിലും ഇതും അടിക്കടാ. അതെ, ഓ കമോൺ. യെസ്, ആരതുമ്പ കയറി ചാടിയാന്ന് എനിക്കറിയില്ല, പക്ഷെ ആരോ ഒരാളതുമ്പക്ക് കയറി ചാടി. ഭയങ്കര സൂപ്പർ അബിലിറ്റിയാണ് TV ഹൗണ്ട്. ആരോ എൻ്റെ പുറകിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കണ്ടത് എനിക്കൊരു ഫീലിങ് ഇല്ല, എനിക്ക് വെറുതെ തോന്നിയതാണ്. അയ്യോ, ലിക്വിഡ് മാക്കിൻ്റെ അത്ര എനിക്ക് മുട്ടാൻ പറ്റില്ല തന്നെ. പക്ഷെ ഇവൻ്റെ ഹെൽത്ത് ലോയാ, എനിക്ക് മുട്ടാൻ പറ്റും. എൻ്റെ മുട്ടല് ഫ്ലോപ്പ് ആവാണ്ടിരുന്നാൽ മതി. ഞാൻ മുട്ടി, അവൻ ചത്തു. ഓക്കെ, അവിടെ ഒരു മിനിറ്റ് സ്നൈപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. സ്നൈപ്പ് ഇല്ലടാ, പറ്റിയില്ല. സ്നൈപ്പ്. ആരൊക്കെയോ ചാറ്റിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനൊന്നും നോക്കാൻ പോയില്ല. അവർക്ക് ഇഷ്ടമുള്ള അവർ പറഞ്ഞോട്ടെ. സ്നൈപ്പ് ഒന്ന് വർക്കൗട്ട്. സ്നൈപ്പ് ഞാൻ ഒരുത്തൻ കൊന്നു, ഒരുത്തൻ ചത്തു, മറ്റവൻ ചത്തു. പിന്നെ ഇവൻ ചത്തില്ല. ഇവൻ ചാവും. ഇതാണ് ഹെക്സറീന. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പ്. ഭയങ്കര വിശാലമായൊരു മാപ്പാണ്. സൂപ്പർ. ചാവും. പിന്നെ നിങ്ങളൊക്കെ ചാവും. പിന്നെ ഇവൻ ചാവും. ചാവ്. എന്നിട്ട് നീ വേണം എനിക്ക് എങ്ങടാ പറന്നു പോണേ? നീ അവിടെ നോന്ന് ചാവ്. എന്റെ ഹെൽത്ത് പോയില്ലോ. ഞാൻ ചത്തു. അപ്പോഴേക്കും അവിടെ നിന്നാടെ ലിക്വിഡ് മാക്ക് കയറി വന്നേ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഏതാ കാണിക്കാം? ഞാൻ ലോക്കസ്റ്റ് കാണിക്കാം. അത്യാവശ്യം നല്ല ക്യാരക്ടറാണ്. ഇവന്റെ 3 അബിലിറ്റിയാണ്. സോണാർ ഷോട്ട്, ഈ ഒരു സാധനം. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പിന്നെ പെറ്റ് ബോംബ്സ് പെറ്റ് ന്യൂക്ക്. ഞാൻ ചത്ത്. അതാണ് ലിക്വിഡ് മാക്കിന്റെ പവർ. ഞാൻ സ്പോൺ ആയപ്പോഴേക്കും എന്നെ കൊന്ന് ലിക്വിഡ് മാക്ക്. ഞാൻ വീണ്ടും ലോക്കസ്റ്റ് ആവാൻ പോവാ. പെറ്റ് ന്യൂക്ക് കണ്ടോട്ടാ. അവനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവൻ മാഞ്ഞു പോയി. അങ്ങോട്ട് ഇടാം. നോക്കിയോട്ടെ, ആ ഒരു സർക്കിൾ കണ്ട അവിടെ കണ്ട, അതാണ് പെറ്റ് ന്യൂക്ക്. അപ്പോൾ എക്സ്പ്ലോഷൻ കണ്ടവിടെ. പെറ്റ് ബോംബ്സ്, പെറ്റ് ന്യൂക്ക്. ഞാൻ ആരെയും ഇതുവരെ അടിച്ചിട്ടില്ല. ഞാൻ തൊട്ടാണ് ഈ ക്യാരക്ടർ വെച്ച് എനിക്ക് കളിക്കാറില്ല. ഓക്കെ, എല്ലാവരും ചാവ്. എൻ്റെ പെറ്റ് ന്യൂക്ക് ആരുടെ മേത്തും കൊള്ളണില്ല. അതാണ് എൻ്റെ സങ്കടം. വൃത്തികെട്ട. മൈ ഗാഡ്, നോ സ്റ്റോപ്പ്. വൃത്തികെട്ട ലിക്വിഡ് മാക്ക്. ആരെങ്കിലും എൻ്റെ പെറ്റ് ന്യൂക്ക് മേടിക്കടാ. അടിച്ചു. ഒരുത്തൻ ചത്തു. ലിക്വിഡ് മാക്ക പ്ലീസ്. ലിക്വിഡ് മാക്ക് എന്നെ കൊന്നെന്ന്.
ശങ്കടൻ. ഓക്കെ, നമുക്ക് അടുത്ത വേവിലേക്ക് പോവാം. കാരണം എനിക്ക് 101 ടോക്കണായി. എൻ്റെ ലോവർ ലെഫ്റ്റ് ഹാൻഡ് കോർണറിലേക്ക് നോക്കിയാൽ എനിക്ക് 101 ടോക്കൺ ഉണ്ട് ഇപ്പോൾ. പക്ഷെ 104, സോറി. ഇനി വേവ് 3 ഇവിടെയാണ് മോനെ നമ്മൾ കളിക്കാൻ പോകുന്നത്. ലിക്വിഡ് മാജിക്കിന്റെ ലാസ്റ്റ് കാണിക്കുന്നുള്ളത് പൊളി കാണാ. ഫസ്റ്റ് ആരോ 3 മിനിറ്റ്. ഒരു ഓവർലോഡ് ഉണ്ട്. ആ ഒരു റെഡ് സാധനം കണ്ട്, റെഡ് കളറിലുള്ള ആൾ കണ്ട. അതെ, പോർട്ടൽ ഇതെവിടെ ഒരു റെഡ് കളറിലുള്ള ഒരാൾ കണ്ട. ഞാൻ എങ്ങനെയാണ് സ്നൈപ്പ് ചെയ്തത്? ഒരു മിനിറ്റ്, അവന് പിന്നെ കാണിക്കാം. ആരോന്റെ 3 അബിലിറ്റി ബോ മേലെ 1 മിനിറ്റ്. എനിക്കിപ്പോൾ കമൻട്രി ചെയ്യാൻ പറ്റില്ല, ഞാൻ ചത്തു. എനിക്ക് കമൻട്രി ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ ചത്തു. തിരിച്ച് ആരോ ആവണം. എനിക്ക് ആരോനെ അധികം ഇഷ്ടമല്ല. ആരോനെ ശരിക്കും ഞാൻ ആക്സിഡൻ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ മനഃപൂർവ്വം വാങ്ങിച്ചതല്ല. ഞാനെന്നിട്ട് ലൈറ്റ് സ്പീഡ് വാങ്ങിക്കാൻ നോക്കായിരുന്നു. പറയാണ്ട് ആരോനെ വാങ്ങിച്ചു പോയി. എനിക്കധികം ഇഷ്ടമല്ല ക്യാരക്ടർ. ആരോ അബിലിറ്റി വന്നു മേലെ ബോ 10 ഡാമേജ് പൊട്ട് അബിലിറ്റിയാണ്. പിന്നെ എക്സ്പ്ലോസീവ് ആരോ, ഇത് മാത്രമാണ് അവൻ്റെ ഒരു നല്ല അബിലിറ്റി ഉള്ളത്. 28 ഡാമേജ്. പിന്നെ ഹോൾ ഓഫ് ആരോസ്, അത് കുറേ ആരോസ് ഒരുമിച്ച് വന്നത്, അത് അധികം കാര്യമില്ല. 66 ഡാമേജ്. ഞാൻ വീണ്ടും അവനാവുന്നില്ല. ഞാൻ അടുത്തത് ലൈറ്റ് സ്പീഡ് നോക്കുക. ഇതും പൊളി ക്യാരക്ടറാണ്. ലൈറ്റ് സ്പീഡ് നമ്മുടെ ഫ്ലാഷില്ലേ, ഫ്ലാഷിൻ്റെ മോനാണ് ഇവൻ. അവൻ്റെ 3 അബിലിറ്റി റാപ്പിഡ് കോമ്പാറ്റ്, ഭയങ്കര ഇടിക്കാൻ അറിയാതെ ചകന്. പിന്നെ സൂപ്പർ സ്പീഡ്, ഡെഡ്ലി വോർട്ടെക്സ്. അടിപൊളി കോമ്പിനേഷനാണ്. ഡെഡ്ലി വോർട്ടെക്സ്, ഇതാണ് ഡെഡ്ലി വോർട്ടെക്സ്. ഡെഡ്ലി വോർട്ടെക്സ് ആക്ച്വലി ഹീൽ ചെയ്യും. നമ്മൾ തന്നെ സൂപ്പർ സ്പീഡ്, ഭയങ്കര സ്പീഡിലാണ് സഞ്ചരിക്കാം. കുറേ ഡാമേജ് ചെയ്യും ഡെഡ്ലി വോർട്ടെക്സ്. പിന്നെ നമ്മൾ ഹീൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതുവരെ എനിക്ക് കില്ല് പോലെ കിട്ടിയില്ല. യെസ്, അല്ലാതെ എൻ്റെ കില്ലല്ല, അത് വേറെ കില്ല് കിട്ടില്ല. എനിക്കൊരു കില്ല് വേണം. ഓ മൈ ഗോഡ്, ഒരാന വന്നെന്നെ ഇടിച്ചേ. ഓക്കെ, ആന ചാവ്. ചാവടാ, നിനക്കെന്താ ചത്ത കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ ചത്ത. നോ, ആക്വലാഡ് പ്ലീസ് എൻ്റെ കില്ലെടുക്കരുത്. എൻ്റെ പൊന്നിതേ, ആക്വലാഡിൻ്റെ പണി കണ്ട. എൻ്റെ ഹെൽത്ത് നോക്കിയേ. ഓ ഹീലായി. ഓക്കെ, ഞാനത് നമുക്ക് ആക്വലാഡ് വെച്ച് കളിക്കാം. ആക്വലാഡ് ലിക്വിഡ് മാക്, സോറി ആക്വലാഡ് അല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, എന്നെ പിടിക്കരുത്. അവൻ്റെ പേര്, ശരിക്കത്തെ പേര് ആക്വലാഡ് എന്നാണ്, പക്ഷെ ഗെയിമിലത്തെ പേര് ലിക്വിഡ് മാക് എന്നാണ്. അവൻ്റെ ആക്വലാഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോയാ. ഇടുവാ നിന്നിപ്പോൾ കൊന്നു കാണിച്ചു തരാം ഞാൻ. ഓ, അടുത്ത ആക്വലാഡ് മാറി നിൽക്കടാ. എന്നെ കൊല്ലരുത് പ്ലീസ്, ഞാൻ നിന്നെ കൊന്നോളാം പകരം. ഞാൻ ഒന്നുകൂടി ലിക്വിഡ് മാക്കാം. അത് നമ്മൾ ലിക്വിഡ് മാക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ഭയങ്കര സ്ലോയാ. ഞാൻ ഇപ്പം കമൻട്രി പറയട്ടെ. ടിവിൻ്റെ അബിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ ഒരു സ്റ്റാർ ഫയറിനെങ്കിലും ഞാനൊന്ന് കൊന്നോട്ടെ, ഒരു സ്റ്റാർ ലൈറ്റിനെ. ഒരു കില്ലെങ്കിലും എനിക്ക് കിട്ടണം.
ലിക്വിഡ് മാക്കാണ് ഞാൻ. ലിക്വിഡ് മാക്ക് എന്ന് പറയാം. അല്ല, ലിക്വിഡ് മാക്ക് എന്നല്ല ഒരു പേര്. ഞാൻ ലിക്വിഡ് മാക്കാണ്. എനിക്കൊരു കില്ല് വേണം. പോവാ. ഓക്കെ, ആർക്കാടാ ചാവണ്ടേ? ഞാൻ കൊന്നു തരാം. കിട്ടി. സ്ലിപ്പായി പോലെ അടുത്ത ലിക്വിഡ് മാക്ക് വന്നെ കൊന്നു. എല്ലാ ലിക്വിഡ് മാക്സിനെയും കൊണ്ട് തോറ്റ് ഞാൻ. 229 ഡാമേജ് ആണ്. പൊളി ക്യാരക്ടറാ. അതെ, ഇവനിപ്പോൾ കൊന്നു കാണിച്ചു തരാം. ഒറ്റൊരു കോംബോ അത്ര മതി. ഒരൊറ്റ കോംബോ അത്ര മതി ഒരു ക്യാരക്ടറിനെ കൊല്ലാൻ. ഒന്ന് മാറിപ്പോയേ. നിങ്ങൾക്ക് എൻ്റെ അതിലെന്തെങ്കിലും ശത്രുതയുണ്ട്? അതെന്താ എല്ലാവരും എൻ്റെ പുറകെ വരണേ? എന്താണിത്? അയ്യോ, ഞാൻ ഷിഫ്റ്റ് ലോക്ക് ഓണാക്കില്ല. ഞാൻ പൊട്ടന. മാറിപ്പോടന്നി. വിളിച്ച ഓക്കെ, ഇതിലൊന്ന് ശാന്തത കിട്ടും. എന്നിട്ട് ഞാൻ ഒരു അബിലിറ്റീസ് പറഞ്ഞുതരാം. അത് പെർഫെക്റ്റ്. ലിക്വിഡ് മാക്കിൻ്റെ അബിലിറ്റീസ്: ഓഷൻ പുഷ്, ഇതവര് നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ ഉന്തി മാറ്റും. പിന്നെ ഓഷൻ കോള്, ഇത് കുറേ വട്ടം സർക്കിൾസ്, അത് ഓരോരുത്തർ ഡാമേജ് ചെയ്ത്. നിങ്ങൾക്ക് വേറെ പണിയില്ല എൻ്റെ അടുത്ത് വരാണ്ട്. രണ്ടുപേരെ ഞാൻ തട്ടിയിട്ടാ? ഇല്ല, ഒരാളിവിടെ ഉണ്ട്. ആളിപ്പോൾ ചത്ത്. ഞാൻ ചത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ആള് ചത്ത്. പിന്നെ ഒരെണ്ണം കൂടി, ആക്വാസോൺ. അതെ, ഈ ഒരു വൃത്തം, ഒരു സ്പിയർ കണ്ട, വെള്ളത്തിൻ്റെ ഒരു സ്പിയർ ആണ്. ഒരു വട്ടം വെള്ളത്തിൻ്റെ. ഇത് ഞാൻ അവിടെ ഇപ്പോൾ ഒരു വട്ടം വെച്ച് കണ്ട, അവിടെ ഒരെണ്ണം. അതാണ് ലിക്വിഡ് സ്പേസ് ആക്വാസോൺ. പിന്നെ ഞാൻ അടുത്ത വേവിലേക്ക് പോവാം. വേവ് 4. ഇതാണ് ലാസ്റ്റത്തെ 3 ക്യാരക്ടേഴ്സാണ്. ഈവിൾ, റോബോർക്ക്, സ്റ്റാർലൈറ്റ്, പിന്നെ ഷിഫ്റ്റർ. ആദ്യം ഈവിൾ സ്റ്റാർലൈറ്റ് കാണിക്കുക, കാരണം അവളാണ് ഏറ്റവും വീക്ക്. ഈവിൾ സ്റ്റാർലൈറ്റിൻ്റെ അബിലിറ്റിയാണ് സ്റ്റാർ ബ്ലേഡ്. അതായത് ഒരു 2 സെക്കൻഡ് ഇൻവിസിബിൾ ആവും. പിന്നെ ഭയങ്കര ഒരു എക്സ്പ്ലോഷൻ പോലെ. പിന്നെ സ്റ്റാർ വോളി, ഒരു പ്രൊജക്ടൈൽ മൂവ്. പിന്നെ ഏറ്റവും പവർഫുൾ സ്റ്റാർ കോമറ്റ്, മുകളിലേക്ക് പറന്നു എന്നിട്ട് അടിയിലേക്ക് വന്നിട്ട് ഇടിക്കും ആരെങ്കിലും മേത്ത് കൊണ്ടാൽ മതിയില്ല. ആരുടെയും മേത്ത് കൊണ്ടില്ല. നന്നായി. അവരുടെ മേത്ത് കൊള്ളും ഞാൻ. ഒരു തന്നെ കൊന്നേ. ഞാൻ ഇൻവിസിബിൾ ആവട്ടെ. ഞാൻ ചത്ത്. ഓക്കെ, ഒരു കില്ല് എങ്ങനെ കിട്ടിയല്ലോ, കുഴപ്പമില്ല. അടുത്തത് ഈവിൾ ഷിഫ്റ്റർ. അതും ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. ഈവിൾ ഷിഫ്റ്ററിനും സാധാ ഷിഫ്റ്ററെ പോലെ 3 ഫോർംസ് ഉണ്ട്. റാപ്റ്റർ ഫോർം, ഇത് ശരിക്കും ഒരു റാപ്റ്റർ അല്ലേ, ഒരു സ്പൈനോസോറസ് കണ്ട. ഒരു ഷിഫ്റ്റിലൊക്കെ മാറ്റിട്ട് കണ്ട, സ്പൈനോസോറസ്. പക്ഷെ ഗെയിമിലെ റാപ്റ്റർ എന്നാ പറയണത്. പിന്നെ എലിഫന്റ് ഫോർം, ഇത് ഞാൻ ഇതിൻ്റെ ഒരു സ്മാഷ് എബിലിറ്റി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കാരണം അത്
ഭയങ്കര വലിയൊരു കൂൾ ഡൗൺ ഉണ്ട്. പിന്നെ ടെറഡാക്ടിൽ ഫോം. ഇതിന് മറ്റേ സാധാ ഷിഫ്റ്ററിൻ്റെ പറക്കണ ഫോമിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇതിന് പറ്റും. കണ്ടാ, ഒരു പ്രൊജക്ടൈൽ പോലെ എറിയത്. നോക്കിയാട്ടാ, എലിഫന്റ് സ്മാഷ് സ്മാഷ്. ചത്ത്, അവൻ ചത്ത്. അവന് 10 സെക്കൻഡ് കൂൾ ഡൗൺ ഉണ്ട് ഇതിന്. അതേ ഒരു ഈവിൾ സ്റ്റാർലൈറ്റ് പറഞ്ഞു, നീ ചാവ്, നിനക്ക് ചാവാൻ സമയമായി. ഇങ്ങനെയുള്ളൊരു ഞാൻ ചത്ത്. ഞാൻ എങ്ങനെയാ ചത്തേ? എനിക്ക് ഫുൾ ഹെൽത്ത് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, എനിവേ നമ്മുടെ സമയം കുറച്ച് ബാക്കിയുള്ളൂ. കാരണം ലാസ്റ്റത്തെ ക്യാരക്ടർ കാണിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവാ. ഈവിൾ റോബോർഗ്. ഇവന് 3 അബിലിറ്റീസ് ഉണ്ട്. സൈബർ ഫ്ലെയിം, കോസ്മിക് ഫ്ലെയിം പോലെ സൈബർ ഫ്ലെയിം, പിന്നെ സോണിക് ഡിസ്ട്രക്ഷൻ, പിന്നെ വേറെ ഒന്നുണ്ട് ഒരു അടിപൊളി, ബാറ്റിൽ ഡോം, സോണിക് ഡിസ്ട്രക്ഷൻ, സൈബർ ഫ്ലെയിം. ഈ ഒരു റെഡ് ഡോം ഉണ്ട്, അതാണ് എൻ്റെ ബാറ്റിൽ ഡോം. അതിൻ്റെ അകത്ത് നിന്ന് ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇത്ര കഴിഞ്ഞ ഡീസ്പോൺ ആവും, അല്ലാണ്ട് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. അയ്യോ, ഞാൻ എങ്ങനെയോ ചത്ത് നോക്കാം. ഈവിൾ റോബോർ കൊണ്ട് ഒരു റൗണ്ട് കൂടി കളിച്ചിട്ട് നിർത്താം. ഓക്കെ, ഈവിൾ റോബോർ. ഓ, ഇത് സെന്റിനല് കൊല്ലാൻ പറ്റുമോ നോക്കാം. സെന്റിനല് എന്താണ് പറയാ, ബോസ് ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. 1000 ടോക്കൺസ് ആണ് സെന്റിനല് കിട്ടാൻ. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സെന്റിനല് ചാവാറായി. അയ്യ, അവനിപ്പം എന്നെ കൊല്ലും. ഞാൻ കൊന്നവനെ. ഞാൻ എങ്ങനെയാ അവനെ കൊന്നേ? എൻ്റെ പവർ എന്നെ തന്നെ അതിശയിപ്പിക്കുന്നു. ഞാൻ സെന്റിനലെ കൊന്നു. വേറെ ആരെങ്കിലും എൻ്റെ അടുത്തുണ്ടാ? ഇവനും ഭയങ്കര സ്ലോ ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ. സൈബർ ഫ്ലെയിം, സോണിക് ഡിസ്ട്രക്ഷൻ. ഞാൻ ആരെങ്കിലും സ്നൈപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സ്നൈപ്പ് ചെയ്തു ഒരാളെ. ആള് ചത്തില്ല എന്നുള്ളൂ. ഡാമേജ് ചെയ്തു. ഏത് റോബിനാണ് എന്നെ അടിക്കണത്? അവനെൻ്റെ ഡോമിൻ്റെ പുറത്താ. വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് ബാറ്റിൽ ഡോം ഉപയോഗിച്ചു. ഓക്കെ, വേറെ ആർക്കാണ് എനിക്ക് സ്നൈപ്പ് ചെയ്യാൻ പറ്റുക? വേറെ അടുത്തന്നെ കൂടി സ്നൈപ്പ് ചെയ്തു. ആളും ചത്തില്ല. ഞാൻ ട്രാപ്പ് ചെയ്തു. പോടാ, ലൈറ്റ് സ്പീഡ്. 2 കില്ല്. ചെറുക്കനെ എനിക്കൊന്നും കൊല്ലാൻ പറ്റില്ല. ഇവനിപ്പോ ചാവാൻ പോവാ. ഇവനെങ്ങനെയാ അവൻ്റെ റൊട്ടേഷൻ സാധനം കൂൾ ഡൗണിലല്ലാത്ത? പോടാ, സാധനം എങ്ങനെ കൂൾ ഡൗണിലല്ലാത്ത? നീ ചാവാൻ പോവാ. എവിടെ പോയവൻ? കാണാനില്ല. അവനെ മറ്റവനോട്. അയ്യോടെ അടുത്ത്. എൻ്റെ ബാറ്റിൽ ഡോമിൻ്റെ അകത്ത് ഞാൻ സേഫാണ്. അവനെ പെട്ട് 30 ഡാമേജ് എടുത്ത്. 6 റൺ അടിയണേ. നീങ്ങിട്. ഓയ്യോ, എൻ്റെ ഹെൽത്ത് ലോയ. ഓക്കെ 6 റൺ അടിച്ചെൻ്റെ ഹെൽത്ത് ലോയൊക്കെ. നമ്മുടെ സമയം തീർന്നിരിക്കുന്നു എവരിവൺ. അപ്പോൾ
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ make sure to like and subscribe or not, and I can tell you what to do. If you want to subscribe, then subscribe, but then if you don't want to, then don't. I can tell you what to do. And anyway, see you on the next video. Jane.